സർവാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ, വിശിഷ്ട അതിഥി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി എൻ്റെ പ്രിയ സഹോദരി ബഹുമാനിയായ ശ്രീമതി കെ തുളസി ടീച്ചർ, മറ്റ് വിശിഷ്ട അതിഥികളായ മിസ്റ്റർ പ്രേംകുമാർ, മിസ്റ്റർ കൃഷ്ണദാസ്, മിസ്റ്റർ വി ടി ബലറാം, മിസ്റ്റർ മമ്മിക്കുട്ടി, മിസ്റ്റർ വിൻസൻ, മിസ്റ്റർ തങ്കപ്പൻ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് നമുക്ക് ഇവിടെ മുഖ്യ അതിഥിയായി ലഭിച്ചത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളെയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ എനിക്ക് അദ്ദേഹവുമായി ഭാഗ്യവശാൽ കുറച്ചധിക സമയം സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കേരള വികസനത്തെ പറ്റിയുള്ള വിഷനുകളും നിലപാടുകളും എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നീണ്ടു നിവർന്നു കിടക്കുകയാണ് നമ്മുടെ അറബിക്കടൽ. അത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ആ നാച്ചുറൽ റിസോഴ്സസിനെ ഉപകാരപ്പെടുത്തി കേരളത്തെ സിംഗപ്പൂർ പോലെ, ദുബായ് പോലെ ഒരു പോർട്ട് സിറ്റി, തുറമുഖ നഗരമാക്കാനുള്ള പദ്ധതി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരള സർക്കാർ 40-50 ഏക്കർ സ്ഥലം നൽകി നോളേജ് വാലി രൂപീകരിച്ച് ഭാരതത്തിലെ, ലോകത്തിലെ പറ്റാവുന്ന പ്രശസ്ത യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് എത്തിക്കുക. പിന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ കാര്യത്തിലും അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഓഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ, നേവൽ ആർക്കിടെക്ചറൽ, മറീടൈം ലോസ് എന്നിവ പഠിപ്പിക്കാൻ പ്രശസ്ത മറീടൈം യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് എത്തിക്കുക. അതുകൂടാതെ അദ്ദേഹം ഷെയർ ചെയ്ത വേറൊരു കാര്യം, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഏവിയേഷന് അനന്തമായ സാധ്യതകളാണുള്ളത്. നമ്മുടെ കൊച്ചുങ്ങളെ ഈ അനന്ത സാധ്യതകളുടെ ഭാഗമാക്കാൻ ഏവിയേഷൻ കോളേജുകൾ, പൈലറ്റ് ട്രെയിനിങ് സെന്ററുകൾ എന്നിവ സ്ഥാപിക്കുക. ഇത്ര ഗംഭീരമായ ആശയങ്ങളാണ്. വിദ്യാഭ്യാസത്തിലൂന്നി അതേസമയം വികസനത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങൾ. ഇതിലൂടെ 60% നടന്നാൽ പോലും കേരളത്തിന്റെ മുഖം മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ 33 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ കാലയളവിൽ ജോലിയുടെ ഭാഗമായും അല്ലാതെയും നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ യാത്രകൾക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും എന്നേക്കാൾ വളരെ ആഴത്തിലും ഗ്രാവിറ്റിയോടെയും അദ്ദേഹം പഠിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനും ഗോപിയേട്ടനും പിന്നെ അഡ്വക്കേറ്റ് ബാലനൊക്കെ പാടിയിരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മൾ യാത്രകൾക്കിടയിൽ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അദ്ദേഹം വളരെ ആഴത്തിൽ ഗ്രാവിറ്റിയോടെ പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാം, കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ എടുത്ത നല്ല തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തടസ്സങ്ങൾ നേരിടുമ്പോൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ വരുമ്പോൾ കൃത്യമായ വസ്തുതകൾ നിരത്തി, നമ്മൾ പറയും പേമാരി പെയ്തിറങ്ങുന്ന പോലെ അവയെ മറികടക്കാനുള്ള അനിതര സാധാരണമായ അങ്ങയുടെ അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ഇത്രയും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും.
അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്, കേരള ജനതയ്ക്ക് അദ്ദേഹത്തിനോടുള്ള ഇത്രയും വലിയ ഇഷ്ടം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത അന്ന് തൊട്ട് ഞാൻ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയക്കാരനൊന്നുമല്ലാട്ടോ, ഞാൻ രാഷ്ട്രീയത്തിൽ എല്ലാവരെയും അവരുടെ നന്മ തിന്മകൾ കണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രാഷ്ട്രീയം പറയാതെ വിചാരിക്കണം. മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത അന്ന് തൊട്ട് എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഒരു 4 മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ നിഗമനം. കാരണം അങ്ങനെ ഓടി നടന്ന് ഉള്ള പ്രവൃത്തികളും ഇടപെടലുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹം എടുക്കുന്ന, മുഖ്യമന്ത്രി എന്ന രീതിക്ക് എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം ഇൻവോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഈ ഇൻവോൾവ് ചെയ്തെടുക്കുന്ന തീരുമാനം, അപ്പൊ ഞാനൊക്കെ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഇൻവോൾവ് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ കൃത്യമായ, എന്താ പറയാ, ഫാക്ട് ചെക്ക് കിട്ടാത്തത് കൊണ്ട് തെറ്റായി വരാം. എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായാലും എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് മനസ്സിലായാൽ ശരിയാണെന്ന് ശഠിക്കാതെ, ഒട്ടും മർക്കട മുഷ്ടി കാണിക്കാതെ അത് തിരുത്താൻ അദ്ദേഹം കാണിക്കുന്ന ആർജവം, ആ മഹാമനസ്കത അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു വലിയ കയ്യടിയോടുകൂടി തന്നെ ആ മഹാമനസ്കത അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹം തന്നെ പറയാറുണ്ട്, തെറ്റുകൾ പറ്റാം, നിങ്ങളുടെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വേണമെന്ന്. അപ്പൊ അത് തന്നെ ഇന്നും ഇവിടെ വന്ന് ആളുകളുടെ അപ്ലിക്കേഷൻ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, ആ വന്ന ആപ്ലിക്കേഷനിൽ ഇപ്പൊ പല സമയത്തും എത്രത്തോളം ആളുകൾ ഡിസ്റ്റർബ് ചെയ്ത ആളുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ചില സമയത്തൊക്കെ വയസ്സായ ആളുകൾ മുൻപന്തിയിൽ വന്ന ആപ്ലിക്കേഷൻ തരും. അവരുടെ വീട്ടിലെ സിറ്റുവേഷനോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഡിസ്റ്റർബിംഗ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഗവൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയാവുള്ളൂ. ഞങ്ങളുടെ തന്നെ നമുക്കൊരു വലിയ, എന്താ പറയാ, ഡ്രീം കമ്മിറ്റുമാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ മറ്റൊരു വിശിഷ്ട അതിഥി, വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ സാഹിബിയുടെ എത്തിച്ചേരും, ഏത് സമയത്തും എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാവുന്നത്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ നോളേജ് വാലി രൂപീകരിച്ച് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ എത്തിക്കുമ്പോൾ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥ അവയ്ക്ക് ഉണ്ടാവരുത്. കാരണം ഇപ്പൊ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടാത്തതുകൊണ്ട് ഒരു 70% മാർക്കെങ്കിലും മാത്സ് കിട്ടാത്തൊരു കുട്ടി എഞ്ചിനീയറിംഗ് എടുത്താലുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ ഇയാളെ കിട്ടാത്തതുകൊണ്ട് പലവട്ടം എഴുതി പോലും മാത്സ് ജസ്റ്റ് പാസ്സാവുന്ന കുട്ടികളെ ഓടിച്ചു പിടിച്ച് ആളെ തയ്ക്കുന്ന കുട്ടികളുടെ ഇന്നത്തെ എഞ്ചിനീയേഴ്സിന്റെ ഒരു 40% എഞ്ചിനീയേഴ്സിന്റെയും പെർഫോമൻസ് പുറം നാടുകളിൽ വളരെ നല്ല രീതിയിലല്ല കണക്കാക്കപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വേറൊരു കാര്യം സിലബസുകളെ പറ്റിയാണ്. അത് എത്രത്തോളം എനിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE സിലബസ്, സ്റ്റേറ്റ് സിലബസ്, ഇത് ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ സിലബസുകളുടെ വ്യത്യാസം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോൾ പഠിച്ചത് ഇന്ത്യൻ സ്കൂളിൽ, വേറെ ഇന്ത്യൻ സ്കൂളിൽ CBSE സിലബസ് ആണ്. എന്റെ മോൻ പഠിച്ചത് ബ്രിട്ടീഷ് സ്കൂളിൽ ബ്രിട്ടീഷ് കരിക്കുലമാണ്. അത് ആൺപെൺ വ്യത്യാസം കൊണ്ടല്ല. കാരണം എന്റെ മോള് പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലും വളരെ മിടുക്കിയായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെ ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിരുന്നു, പലവട്ടം കലാരത്നിയായിരുന്നു, ഹെഡ് ഗേൾ ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ സോണി ഗൂഗി മിഡിൽ ഈസ്റ്റ് TV ഷോയിലെ ഗ്രാൻഡ് ഫിനാലെ വിന്നറായിരുന്നു. പഹല ടിവിയുടെ റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ വിന്നറായിരുന്നു. അപ്പൊ സ്കൂളിൽ അവർക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി ആ സ്കൂൾ വിട്ടു വന്നില്ല. എന്റെ മോൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷെ അദ്ദേഹം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ അത്ര താല്പര്യങ്ങളായിരുന്നു. അപ്പൊ ഈ കുട്ടികൾ പഠിക്കുമ്പോൾ ഈ ബ്രിട്ടീഷ് സിലബസ് ഓവറോൾ ആളുകളെ കേപ്പബിൾ ആക്കുന്നുണ്ട്. എന്നാ വർക്ക് ലോഡ് തുലം കുറവാണ്. അപ്പൊ ഞാനത് പ്രത്യേകമായിട്ട് ശംസുദ്ദീൻ സാഹിബിനോട് സംസാരിക്കും. ഇങ്ങനെയുള്ള സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് നേരിട്ട് തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശംസുദ്ദീൻ സാഹിബിനെ വലിയ കൈയ്യടിയോടുകൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. വെൽക്കം. അപ്പോ ഞാൻ
ഞങ്ങൾ ഈ സിലബസ് നവീകരണത്തെ പറ്റി പറയുകയായിരുന്നു സംസ്കൃതി സിലബസ് നവീകരണത്തെ പറ്റി പറയുന്നത്. നമ്മൾ സിലബസ്, കാരണം ഈ CBSE സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്തത് പഠിച്ച് നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടുകയാണ്. അപ്പൊ കുട്ടികൾ കഷ്ടപ്പെടുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ കുട്ടികളുടെ മുകളിലുള്ള പ്രഷർ കുറയുന്നില്ല. 98 കിട്ടിക്കഴിഞ്ഞാൽ 99% കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രഷർ അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഈ പ്രഷർ കുറയ്ക്കുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വ്യക്തി വികസനത്തിനുള്ള ഒരു സമയം കിട്ടുന്നില്ല. മാത്രമല്ല ഇവരെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളാക്കി വളർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അത് അവരിലേക്ക് തന്നെ ചുരുങ്ങി പോവാണ്. അല്ലാണ്ട് വെറും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കൊണ്ടല്ല, ഈ സമ്മർദ്ദം അതിന്റെ ഒരു ഭാഗമാണ്. അവരിലേക്ക് തന്നെ ചുരുങ്ങി പോകണം. അപ്പൊ അവർക്ക് കിട്ടാത്തൊരു കരുണ, അവർക്ക് കിട്ടാത്ത ഒരു ദയ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതുവരെ പല രീതിയിലും പലതും നടന്നുവെങ്കിലും ഇനി വരുന്ന ജനറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളുടെ എങ്ങനെയാണ് കുട്ടികളുടെ CBSE സിലബസ് ലഘൂകരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റ് സിലബസുകൾ പഠിക്കാവുന്ന കാര്യങ്ങൾ ലഘൂകരിക്കാൻ പറ്റുക, അവരുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമാക്കാൻ പറ്റുക എന്നുള്ളത് പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ പ്രസിന്റെ കാര്യം, ഇവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളാക്കി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ടൈമില് വയനാട് പുറ്റുമേട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എന്റെ സുഹൃത്തായ അന്നത്തെ മന്ത്രിയായ ശ്രീ MB രാജേഷിനോട് പറയുണ്ടായി 10 ലക്ഷം രൂപ എന്റെ സൈഡ് തരാമെന്ന്. അന്ന് അത് നൽകി. അത് വലിയ ന്യൂസ് ആക്കി അറിയാം. അതിനുശേഷം എന്റെ മോള്, അവളുടെ ശമ്പളം 40,000 രൂപയായിരുന്നു. അന്ന് 40,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ രാജേഷ് പറഞ്ഞ വീട്ടിൽ വന്ന് വാങ്ങിക്കാമെന്നപ്പോ മോള് പറഞ്ഞു അത് വേണ്ട, കാരണം രാജേഷ് അത് വലിയ ന്യൂസ് ആക്കും. കാരണം ഞാൻ രാജേഷോട് സംസാരിച്ചപ്പോൾ രാജേഷോട് പമ്പയുടെ മോളായിട്ടല്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തണമെങ്കിൽ അത് ന്യൂസ് ആക്കേണ്ടത് ആവശ്യമാണെന്ന്. പക്ഷെ അവർ നേരിട്ടിട്ട മോള് ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കേട്ട എന്റെ മോനും, അദ്ദേഹം UK അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പുറത്തുപോയി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ചില സമ്പാദ്യത്തിന്റെ ഭാഗം മാറ്റിവെച്ച് അദ്ദേഹവും അയച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും കലയും ഈ കുട്ടികളെ സ്റ്റോപ്പ് ചെയ്തില്ല. കാരണം ഇങ്ങനെയൊക്കെ ഇവരെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാക്കാൻ പറ്റും. ഇന്ന് മോനെ ഹോസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ആളുകൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തികളായി വളർന്നാൽ മാത്രമേ, ഇന്ന് ഞാൻ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയായി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാം, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ മാതാപിതാക്കളാണ്. കാരണം അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളെ എത്ര സഹായിച്ചാലും മതിവരാത്തവരായിരുന്നു ദിവംഗതരായ എന്റെ മാതാപിതാക്കൾ. എന്റെ മാതാവ് ചന്ദ്രമ്മയും പിതാവ് മാധവൻ നായരും. അപ്പോ അത് കണ്ട് വളർന്നുകൊണ്ടാവാം ഈ സഹജീവികളോടുള്ള ആർദ്രതയും അതേപോലെ തന്നെ ഈ സേവന പ്രവർത്തനങ്ങളുള്ള ഒരു താല്പര്യവും ഉണ്ടായത്. ഇപ്പൊ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴാണ് ഈ ഹോം ഓഫ് യുവർ പ്രോജക്ട് 2024 ഓഗസ്റ്റിൽ ഞാൻ കലയുകൂടി സംസാരിച്ച് തീരുമാനിക്കുന്നത്. ഇപ്പൊ 20 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ 48 വീടുകൾ അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ വേണമെങ്കിൽ 48 വീടുകൾ അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 35 വീടുകളുടെ പണി പൂർത്തിയായി. ലാസ്റ്റ് 35 വീടുകളുടെ 13 വീടുകളുടെ കീയാണ് ഇന്ന് ബഹുമാനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും മറ്റു വിശിഷ്ട അതിഥികളും ചേർന്ന് നൽകുന്നത്. അതേപോലെ തന്നെ 10 വീടുകളുടെ MOU കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, വീടുകളുടെ നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ പണിതു കൊടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കണക്ഷൻസും കാര്യങ്ങളുമായിട്ട് ഞാനത് അദ്ദേഹം എന്നോട് പറഞ്ഞതല്ല, ഞാനത് മനസ്സിലാക്കിയെടുത്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രളയ ദുരിതബാധിത സമയത്ത് അദ്ദേഹത്തിന്റെ കണക്ഷൻസ് ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് അന്ന് നടത്തിയത്. അതും അദ്ദേഹം എന്നോട് പറഞ്ഞതല്ല, ഇതെല്ലാം നമ്മൾ ഈ സ്റ്റേജിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഗൃഹനിർമ്മാണത്തിന് പുറമെ നമ്മൾ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രായമായ അശരണർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, രോഗബാധിതർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 125 ആളുകളോളം ഇപ്പോ സീമൻ ട്രസ്റ്റിൽ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അത് 1,500 രൂപ മുതൽ 7,000 രൂപ വരെ ഉണ്ട്. അത്
അവരുടെ സിറ്റുവേഷന്റെ തീവ്രത അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ ഗൈഡ്ലൈൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആദിവാസി മേഖലയിൽ അവശ്യ സാധനങ്ങളുടെ കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. അട്ടപ്പാടി ആദിവാസി മേഖലയിൽ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു കൊടുക്കേണ്ട വേണോട്ടനാണ് അതിന്റെ റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ തിരുനെല്ലി വനവാസി ഊരിൽ 25 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാനില്ലെന്ന് പറഞ്ഞ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ റെയിൻകോട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ 89 ലക്ഷം രൂപ ചിലവാക്കി ഫയൽ സ്റ്റോറേജ് സംവിധാനം നടപ്പിലാക്കി. ഇത്രയും സ്പീഡിൽ പറയുന്നത് സമയമില്ലാത്തത് കൊണ്ടാണ്. അതാണ് ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ട്രസ്റ്റ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോ ട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ ഏപ്രിൽ വിഷുവിന് 2026 ഏപ്രിൽ 14 വിഷുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ പദ്ധതിയാണ് അനുഗ്രഹ ഹോംസ്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകുന്ന ഒരു പദ്ധതിയാണ്. എന്റെ തറവാട് സ്ഥലത്ത് മണ്ണാർക്കോട് കരിയാമുട്ടിയിൽ പഞ്ചായത്ത് റോഡിനടുത്ത് 30 സെന്റ് ഉള്ള ഒരു റെക്ടാങ്കുലർ പ്ലോട്ടാണിത്. അത് 4 സെന്റായി ഡിവൈഡ് ചെയ്ത് 6 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് ഈ പദ്ധതി. അതിൽ 3 കുടുംബങ്ങൾക്ക് വീട് ഇപ്പോ അതിൽ അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തുന്നു. ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് ഭവനങ്ങൾ ലഭിക്കുന്ന 13 കുടുംബങ്ങൾക്കും അവരുടെ പുതിയ ഭവനങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എമോ ലഭിക്കുന്ന 10 കുടുംബങ്ങളോട് നിങ്ങളുടെ ഭവനങ്ങൾ എത്രയും വേഗം ശരിയാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് അഗൈതമായ സപ്പോർട്ട് നൽകുന്ന എന്റെ വൈഫ് കലയോടും മക്കളോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്റെ സഹോദരൻ മുരളിയോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങളെല്ലാം പ്രോപ്പറായി നടത്തുന്ന സന്തോഷ് കാരാട്ടിനോടും ട്രസ്റ്റ് ഒഫീഷ്യൽസ് ആയ അനീഷിനോട്, പിന്നെ പ്രഭുവിനോട്, സന്തോഷ് കെയറിനോട് എല്ലാവരോടും നന്ദി അവരെ തൊട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വന്നു ചേർന്ന നിങ്ങളോടുള്ളവർ എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ലാത്ത സമയത്ത് അദ്ദേഹം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിശിഷ്ടാതിഥികളോടുമുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.